നമസ്കാരം ആർജിയാണ്. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് രാത്രി ഇടിയപ്പം തന്നെയാണ്. എന്നോട് ഓൾറെഡി മെസ്സേജ് അയച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചു തുടങ്ങി. ആർജി എന്താ ജെ സിനിമയിലെ രാഷിന്റെ വീടാണ് ആർജിയുടെ വീട്. ഇന്ന് 3 നേരം ഇടിയപ്പം ആയിരുന്നല്ലോ ഇന്നലെ ചോദിച്ചു. ഇന്നും ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന്റെ മഹാഭക്തി അവിടെ നിൽക്കുന്നു. എനിക്ക് വയ്യ. ഇന്ന് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ച് ഉച്ചക്കായി. ഉച്ചയല്ല വൈകിട്ടായില്ലേ? വൈകിട്ട് 4-5 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചപ്പോ ഉച്ചത്തെ ഫുഡ് കഴിച്ചപ്പോഴേക്കും രാവിലത്തെ ഫുഡ് കഴിച്ചപ്പോഴേക്കും ഇനിയിപ്പോ രാത്രിക്ക് ഇന്ന് ഇടിയപ്പം തന്നെയാണ്. പിന്നെ അരിപ്പൊടി അവിടെ അരിപ്പൊടിച്ച് വറുത്ത് വെച്ചിട്ട് കുറെ നാളെ ഇല്ലെന്ന് വെച്ചു. 4 മാസം ഉണ്ടായി. 5 മാസം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മള് തീർക്കാൻ വേണ്ടി ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കി സെറ്റാക്കി. അത് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് വെച്ച് കേടായി പോവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ച് തീർത്തു. ഇനിയിപ്പോ തീർന്നു. ഇനിയിപ്പോ നമ്മള് വീണ്ടും അരി വാങ്ങുമ്പോ പഠിപ്പൊടിപ്പിക്കാം അല്ല നിഷു. പിന്നെ ഗൈസ് ഇഞ്ചി മേലേക്കൊക്കെ ഇട്ട് ഒരു കട്ടൻ നിഷു ഇട്ടിട്ടുണ്ട് കൂടി. എനിക്ക് ഇഞ്ചി മേലേക്കിട്ട് കട്ടൻ മക്കളെ ഇഷ്ടമാണ്. പിന്നെ ഈ മഴയും കൂടെ ആകുമ്പോൾ ചൂട് നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ഒരു ചൂട് കട്ടൻ കുടിക്കുമ്പോൾ അരിക്കുമ്പോൾ അടിപൊളിയാവും അല്ലേ നിഷു? സുഖമാണ്. നല്ല തണുപ്പുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മള് കട്ടൻ ഉണ്ടാക്കിയത് നിഷു ഫുഡ് കഴിച്ചാൽ നമുക്കിന്ന് കറക്റ്റ് 5 ഇടിയപ്പം ഉണ്ട്. 2 പേർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. കൺട്രോൾ ചെയ്ത് വന്നില്ല ആണ് അവസ്ഥ. ഞാൻ കഴിക്കട്ടെ. എന്റെ പേര് പറഞ്ഞ് നിഷു ഇതാക്കുകയാണ്. കഴിച്ചു മടിച്ചാണ്. ഞാൻ കഴിച്ചോളാം. കുഴപ്പമില്ല. നിഷു ഇന്നലെ എനിക്ക് ഫുള്ളും കൂട്ടി തന്നതുകൊണ്ട് ഇന്ന് കൂട്ടി തരാൻ വേണ്ടി എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ പറഞ്ഞു. അപ്പൊ വീണ്ടും എനിക്ക് കൂട്ടി തന്ന് ഞാൻ കൂട്ടി തരാൻ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഇന്ന് നിഷു ഇങ്ങനെ കഴിക്കട്ടെ. എനിക്ക് ഇന്ന് ഊട്ടി കിടക്കാനുള്ള എടുത്തില്ലാത്ത അവസ്ഥയാണ്. ആദ്യം ഒഴിച്ചു തുടങ്ങി. ശരിക്കും ചോറാണ് കൂട്ടി കൊടുക്കാൻ എളുപ്പമാണ് കേസ്. ഇടിയപ്പം കൂട്ടാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ശരിയാവൂല. എല്ലാം ഭക്ഷണം തന്നെയാണ്. അങ്ങനല്ല, ചോറാകുമ്പോ ഇവർക്ക് കുഴച്ച് ഉരുട്ടി തന്നെ ഇഷ്ടമാണ്. ഞാൻ ആകുമ്പോൾ കുഴച്ച് കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ ഞാൻ കഴിക്കാൻ പറ്റില്ല. ഇത് ഞാൻ വീണ്ടും പോയി കഴിക്കാറുണ്ട്. എനിക്ക് ഇവിടെ ഉള്ളെങ്കിലും ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇതാണ്, ഇറിറ്റേഷൻ പറയുന്നത്. ചെറുപ്പം പോയി കഴിച്ച് ശീലിച്ചിട്ടാണ്. ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളംകൈ അറിഞ്ഞ് കഴിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ചെറുപ്പം മുതൽ ഉള്ളംകൈ ആക്കാൻ പാടില്ല പറഞ്ഞ് തല്ലിയിട്ടൊക്കെ ഉണ്ട് കുറെയൊക്കെ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ തല്ലി പഠിപ്പിച്ചതിന്റെ പേരിൽ എനിക്ക് ഉള്ളംകൈ ആക്കി കഴിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങളൊക്കെ ഉള്ളംകൈ അറിഞ്ഞു തിന്നണമെന്നും പറഞ്ഞാൽ തല്ലുകൊണ്ടിട്ടുള്ളൂ. എന്തൊക്കെയാണാവും. നിങ്ങളെ വീട്ടിൽ എന്താണ് പറയണമെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ആണ്.